2026 വേൾഡ് കപ്പിന് മുന്നോടിയായി ബ്രസീൽ ഇപ്പോൾ അവരുടെ ചരിത്രത്തിലെ ഏറ്റവും മോശമായ ഫോമുകളിലൊന്നാണെങ്കിലും പണ്ടൊരിക്കൽ സാംബ ഫുട്ബോൾ ലോകം മുഴുവനും വിറപ്പിച്ചിരുന്ന രാജവംശമാണെന്ന കാര്യം മറക്കാനാവില്ല. ലോകത്ത് ഏറ്റവും കൂടുതൽ, അതായത് 5 വേൾഡ് കപ്പുകൾ നേടിയ ഏക രാജ്യമാണ് ബ്രസീൽ. 1958-ൽ പെലെ ലോകത്തെ ഞെട്ടിച്ചത് അത്ഭുത തുടക്കം. 1962-ൽ തുടർച്ചയായ രണ്ടാം ലോകകപ്പ്. 1970-ൽ ഏറ്റവും ഐക്കോണിക് ഗ്രേറ്റസ്റ്റ് ടീം എവർ എന്ന പേര് ചരിത്രത്തിൽ പടുത്തുയർത്തിയ ടീം. 1994-ൽ റൊമാരിയോ ബബാറ്റയോ ചേർന്ന് ഐക്കോണിക് കംബാക്ക്. 2002-ൽ റൊണാൾഡോ റിവാൾഡോ റൊണാൾഡീഞ്ഞോ കോംബോ ഫുട്ബോൾ ലോകത്തെ ലിറ്ററലി കത്തിച്ച സമയങ്ങളും. ഇതെല്ലാം ചേർന്നതാണ് ഫുട്ബോളിന്റെ ബ്രെയിൻ എന്നറിയപ്പെടുന്ന ബ്രസീൽ. ആ പഴയ കാലങ്ങളുടെ അടിപൊളി ഫുട്ബോളിന്റെ സ്വഭാവം 2020-22 കാലത്ത് ബ്രസീൽ വീണ്ടും റിമൈൻഡ് ചെയ്തിരുന്നു. നെയ്മർ, വിനീഷ്യസ്, പക്വേറ്റോ എന്നിവരോടൊപ്പം ഈ ടീം അൺബീറ്റബിൾ ആയിരുന്നു. പക്ഷേ 2023-25 ക്വാളിഫയേഴ്സിൽ ബ്രസീലിന്റെ ഫോം തകർന്നു. ഇഞ്ചുറീസ്, കോച്ച് മാറ്റങ്ങൾ, ടാക്ടിക്കൽ പ്രശ്നങ്ങൾ ഇതെല്ലാം ബ്രസീലിനെ ഒരു ശരാശരി ടീമാക്കി മാറ്റി. ഇതിന്റെ നടുവിൽ തന്നെ നിന്ന ഒരു വലിയ കഥയാണ് നെയ്മർ ജെ.ആർ. ഫുട്ബോളിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഇഞ്ചുറി കംബാക്ക് സൈക്കിളുള്ള ഒരു സ്റ്റാർ. ഓരോ തവണ നെയ്മർ ഡൗൺ ആകുമ്പോഴും വീണ്ടും മാജിക് തിരിച്ചു കൊണ്ടുവരുന്ന മിഥുനമാണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെയാണ് ഫാൻസ് ഇന്നും ചോദിക്കുന്നത്, 2026 വേൾഡ് കപ്പിൽ നെയ്മർ തിരിച്ചു വരുമോ? മറുപടി എന്നോണം സാധ്യത വലിയ പ്രതിസന്ധിയിലാണ്. 34-ാം വയസ്സിൽ ഒരു ഫൈനൽ വേൾഡ് കപ്പ് ഡാൻസ് ചെയ്യാൻ നെയ്മർ സ്വയം ലക്ഷ്യമിട്ട് ബ്രസീൽ മാനേജ്മെന്റും അദ്ദേഹത്തിന് വാതിൽ തുറന്നുകൊണ്ടിരിക്കുകയാണ്. അതേസമയം വിനീഷ്യസ്, റോഡ്രിഗോ, മാർട്ടിനെല്ലി, എൻഡ്രിക് എന്നിവരുടെ പുതിയ ജനറേഷൻ ബ്രസീലിനെ ഒരിക്കൽ കൂടി ഡേഞ്ചറസ് ടീമായി കാണിക്കുന്നു. ചരിത്രം പറയുന്നു ബ്രസീൽ ഡൗൺ ആകും, പക്ഷേ അത് കുറെ കാലം നീണ്ടു നിൽക്കില്ല. സാംബ ഫുട്ബോളിന് ഒരു നാച്ചുറൽ കംബാക്ക് പവർ ഉണ്ട്. എല്ലാം കൂടി നോക്കുമ്പോൾ 2026 വേൾഡ് കപ്പ് ഒരു വലിയ ചോദ്യം ഉയർത്തുകയാണ്. ഈ വേൾഡ് കപ്പിൽ ബ്രസീൽ ഇനി ഹിസ്റ്ററിയിൽ 6 പ്രാവശ്യം ചാമ്പ്യന്മാരാകുമോ? ഇത് നെയ്മറിന്റെ അവസാന വേൾഡ് കപ്പ് ആകുമോ? ഈ വേൾഡ് കപ്പ് ബ്രസീലിന്റെ മഹത്തായ തിരിച്ചുവരവാകുമോ? അതെ, ലോകം മുഴുവൻ കാത്തിരിക്കുകയാണ് ബ്രസീലിന്റെ തിരിച്ചുവരവനായി. ബ്രസീൽ കപ്പ് എടുത്തില്ലെങ്കിലും വേണ്ടില്ല എന്നാണ് നല്ലൊരു കളി ആരാധകർക്ക് മുമ്പിൽ കാഴ്ചവെച്ചാൽ മാത്രം മതി.